അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല കുക്കിംഗ് ടിപ്സൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. സൂപ്പറാണ് കേട്ടോ. അത് നിങ്ങൾ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ടിപ്സ് എന്നാണെന്ന് വിചാരിക്കുന്നു. കണ്ടു നോക്കിയേക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ്, നമ്മൾ വാളംപുളിയൊക്കെ വാങ്ങുന്ന സമയത്ത് അതെല്ലാം കൂടെ അങ്ങനെ കുത്തി നിറച്ചിട്ടൊരു ഭരണിയിലോ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുന്നതാണല്ലേ സാധാരണ നമ്മളെല്ലാവരും ചെയ്യാറ്. എന്നാൽ ഇതാണ്ട് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോഴും നമുക്കത് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിലും കറിയൊക്കെ നമ്മൾ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഈ കുപ്പിയിലാക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. സൂപ്പറല്ലേ? നല്ല എളുപ്പമുണ്ടല്ലേ. അതുപോലെ ബോൾസ് ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കറിയിലോട്ടേക്ക് എത്രയാണോ പുളി ഇടാൻ പ്ലാൻ ഉള്ളത്. അപ്പം നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ നിശ്ചയം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരുപാട് വീട്ടിലിങ്ങനെ കുക്ക് ചെയ്യണതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാത്തിനും ഒരു അളവും കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ബോൾസ് ആക്കാൻ. നമ്മൾ ചെറിയ ഫാമിലി ആണെങ്കിൽ എത്രയാണോ കറി വെക്കുന്നത്, എത്രയാണോ പുളി ഇടുന്നത്, അതിനനുസരിച്ചിട്ട് മാത്രം ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലോട്ടേക്ക് ഇട്ട് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഭരണിയിലോട്ടേക്കാണെങ്കിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായി. അപ്പോൾ ഈ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബോൾസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ സോക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ടിപ്പ്, അതേപോലെ തന്നെ പുളിയെല്ലാം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കല്ലുപ്പോ പൊടിപ്പോ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ അത് ഫംഗസ് വരാതെ നിൽക്കും. ഇപ്പോൾ തണുപ്പല്ലേ, തണുപ്പ് സമയത്തൊക്കെ പുളിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൂത്ത് പിടിച്ചോണ്ടുണ്ടാകും കേട്ടോ. അപ്പോഴത് ഒഴിവാക്കാനായിട്ട് കല്ലുപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ കുറേ കാലം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു 2 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ടിപ്പ്, നേരത്തെ എടുത്ത ആ ഒരു പാക്കറ്റ് കണ്ടില്ലായിരുന്നു പുളിൻ്റെത്, അത് മുഴുവനായിട്ട് ഞാൻ ആ കുപ്പിയിലോട്ടേക്ക് ബോൾസാക്കി ഇട്ടിട്ടില്ല കേട്ടോ. പകുതി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പൾപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പൾപ്പ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ 1-2 മാസം നമുക്ക് ചീത്താവാതെ കിട്ടുകയും ചെയ്യും. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ആക്കുമ്പോഴേ നല്ല എളുപ്പമാണ്. അതിങ്ങനെ ഓരോ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു ദിവസം ഇതിനൊക്കെ ഒന്ന് മെനക്കെടുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസം നമുക്ക് ശരിക്കും ഫ്രീ ആവും കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടായിരുന്നേ വേവിക്കാൻ വെച്ചത്. അപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഇതിലോട്ടേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് നല്ല കട്ടിക്കുള്ള പൾപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു ഓട്ടപാത്രത്തിലോ അരിപ്പയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇത് ശരിക്കും ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അടുത്ത മാസം നോമ്പല്ലേ, അപ്പോൾ നോമ്പിനേക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനത്തെ പൾപ്പാക്കുമ്പോൾ കറിയിലോട്ടേക്ക് മാത്രമല്ല കേട്ടോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചനൻ്റെ ചാട്ടോ അല്ലെങ്കിൽ വല്ല സേവ് ചാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാട്ട് പാനിപ്പൂരിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പൾപ്പാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിങ് എളുപ്പമാവും കേട്ടോ. എനിക്കിത് ഏറ്റവും ഉപകാരം എന്ന് പറയുന്നത് മീൻകറിക്കാണ്. നമ്മുടെ വീട്ടിലധികം മീൻകറി ഉണ്ടാവും ഡെയിലി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ പുളി എടുക്കുക, സോക്ക് ചെയ്യുക, അതിങ്ങനെ പിഴിയുക, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയുള്ള കാര്യം തന്നെയാണല്ലോ. ഇങ്ങനെ പൾപ്പാക്കി വെക്കുകയാണെങ്കിൽ 1 ടീസ്പൂണ് മാത്രം മതി. ഒരു 2-3 മീൻ എടുത്തിട്ട് കറി വെക്കാൻ ഇതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാവും. അപ്പോൾ ഇങ്ങനൊരു പൾപ്പ് ആക്കിയിട്ട് എന്തായാലും ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ. 2-3 മാസത്തെ ചീത്താവത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ അവിടെ കിടക്കും. ഫസ്റ്റത്തെ ആ ഒരു തിക്കായിട്ടുള്ള പൾപ്പുണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് അങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്കിയും കൂടെ വേണമെങ്കിൽ അങ്ങനെ പിഴിഞ്ഞിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് അങ്ങനെ ആക്കിയിട്ട് ഒരു 3 ബൗളിൽ 3 തവണ പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുത്ത് വെച്ചോളൂ. എനിക്കിപ്പോൾ ഈ ഒരു 2ാമത്തെ പിഴിച്ചലിന് ആവശ്യമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ. അതൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്, ഈ 2ാമത്തെ പൾപ്പ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ടേക്ക് കിടക്കാം. വെള്ളുള്ളിൻ്റെ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാലും ഞാനിവിടെ പറയണം കേട്ടോ. വെള്ളുള്ളി എന്ന് പറയുന്നത് അരച്ചിട്ട് ചേർക്കുന്നതിന് ഒരു ടേസ്റ്റും അരിഞ്ഞ് ചേർക്കുന്നത് ഒരു ടേസ്റ്റും ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത് ഒരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഈ പേസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ബിരിയാണി, അതേപോലെ തന്നെ ചിക്കൻ കറി, ബീഫ് കറി ഇങ്ങനത്തതിന് പിന്നെ പേസ്റ്റാണ് ഏറ്റവും നല്ലത്. എന്നാലോ അരിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് മീൻ കറി ഇങ്ങനെയുള്ളതിന് അരിഞ്ഞ് ചേർക്കുന്ന നല്ലത്. അതേപോലെ ഗ്രേറ്റ് ചെയ്തത് മീൻ പൊരിച്ചതിന്, ചിക്കൻ പൊരിച്ചതിന് ഏറ്റവും രുചി കൂടുതൽ കിട്ടുക ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതിനാട്ടോ. അതാണ്ട ഈ ഒരു രീതിക്ക്.
ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധയിൽ വെക്കുക കേട്ടോ. വെള്ളുള്ളി എന്ന് പറയുന്നത് ഓരോരോ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഓരോരോ രീതിക്ക് തന്നെ നമ്മൾ അരിഞ്ഞാലും ഗ്രേറ്റ് ചെയ്താലും തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഓരോന്നിനും വ്യത്യസ്ത രീതിയിലുള്ള ഫ്ലേവർ തന്നെയാണ് വരിക. അപ്പോൾ മൂന്ന് രീതിയാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് കാബേജ് ഉപ്പേരിയൊക്കെ നമുക്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കും. അടുത്ത ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇട്ടിട്ട് അത് ചൂടാക്കുന്ന സമയത്ത് അതൊട്ടാകെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുക വെള്ളം കുടിച്ചതുപോലൊക്കെ ആയിരിക്കും അല്ലേ ഉണ്ടാകുക. ഈ കാബേജൊക്കെ ബാക്കി വന്നാൽ അടുത്ത ദിവസം എടുക്കാൻ എപ്പോഴും ഒരു മടിയായിരിക്കും. കാരണം അത് വീണ്ടും അതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ച എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ശരിക്കും അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. അപ്പോൾ ഞാൻ ചെയ്യാറ് എന്താ പറയുക, അങ്ങനെ ബാക്കി വന്ന കാബേജൊക്കെ ഒന്ന് ആവിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. ഇതേ രീതിക്കൊന്ന് ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ വെള്ളം കുടിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വെച്ചതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ട് വീണ്ടും ചൂടാക്കിയെടുക്കാതെ ഇതേപോലെ ആവിയിലൊന്ന് ഇങ്ങനെ ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. കാബേജ് ഉപ്പേരിയൊക്കെ ബാക്കി വന്നാലേ അപ്പോഴേ കളയണ്ട കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ അതിങ്ങനെ പറയുമ്പോഴേ ചിരി വരിക. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണേ, ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളൊക്കെ വിചാരിക്കും എന്താ ഇത് ഇത്ര വലിയ ടിപ്സാണോ എന്നൊക്കെ. ആണ് കേട്ടോ, വലിയ കാര്യം തന്നെയാണ്. ചൂടാക്കുമ്പോഴേ സത്യം പറയുകയാണെങ്കിൽ എന്തോ ഒരു പോലാണ്. ആവി കയറ്റുമ്പോഴെന്നാണ് കേട്ടോ സൂപ്പർ. അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞുതരേ. തലേന്നത്തെ പാസ്ത ഒക്കെ ബാക്കി വന്നാലും ഈ പറഞ്ഞ കാബേജ് പറഞ്ഞ അതേപോലെ തന്നെയാണ് കേട്ടോ. അതൊന്ന് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇട്ടിട്ട് അതിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം ചേർക്കാനും പറ്റില്ല. വേവിക്കുമ്പോഴേ അതിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴേ ഇങ്ങനെ അടിയിൽ പിടിച്ച് കിടന്നിട്ട് എന്തോ ഒരു ഇതുപോലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ? എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ആവി കയറ്റാറ്. ആവി കയറ്റി കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ അന്നേരം ഉണ്ടാക്കിയതുപോലെ ഫ്രഷായിട്ട് തന്നെ കിടക്കുക കേട്ടോ. അതിലേക്ക് ഇങ്ങനെ വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിൽ വേണം അതൊന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോഴേ നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പാസ്ത, കാബേജ് ഇങ്ങനത്തതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ നോൺ സ്റ്റിക്കിലൊന്നും ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിങ്ങനെ കൊളാക്കി കൈമ കൊടുക്കാതെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഫ്രഷായിട്ട് കഴിക്കാനായിട്ട് ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ. ചെറുതാണെങ്കിലും വലിയ കാര്യം തന്നെയാണ് കേട്ടോ അത്. അടുത്ത ടിപ്പ്, ഇതെല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം തന്നെയാണ്. ഞാനിതിന് മുൻപ് മുളപ്പിച്ച കടലിലോണ്ടുള്ള റെസിപ്പീസൊക്കെ കാണിച്ചപ്പോഴേ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മുളപ്പിക്കലാണ് എൻ്റെത്. എൻ്റെ പണിയെ ഏറ്റവും എളുപ്പത്തിൽ തന്നെയാണ്. എനിക്കിങ്ങനെ ചൊറിഞ്ഞ പണികളൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഈ സാധാരണ മുളപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തുണിയിൽ കെട്ടി പിന്നെ അത് തൂക്കിയിട്ട് അങ്ങനെ മൂടി വെച്ച് അങ്ങനെ കുറേ നൂലമാലകളൊക്കെ ഉണ്ടല്ലേ മുളപ്പിക്കാനായിട്ട്. അപ്പം നമുക്കങ്ങനെ നൂലമാലകളൊന്നും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് പണി തീർക്കുന്നത് നോക്കട്ടോ. അപ്പോൾ നല്ല പോലെ കടല കഴുകി വൃത്തിയാക്കുക. 1 കിലോ 500 ഗ്രാം എത്ര വേണ്ട വെച്ചാൽ അത് അങ്ങനെ എടുക്കുക. ശരിക്കും കഴുകി വൃത്തിയാക്കണേ. എന്നിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് ഇട്ടിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ മതി. എന്താ എളുപ്പമാണ് അറിയോ. ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം അടപ്പൊന്ന് തുറക്കുകയാണെങ്കിൽ മുള പൊട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ തുണിയിലിട്ടിട്ട് പൊതിയെ അവിടെയും ഇവിടെയും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മൂടി വെക്കുക. അങ്ങനത്തെ ഒറ്റ ആവശ്യമൊന്നുമില്ല. നല്ല എളുപ്പമാണ്. നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഫ്രിഡ്ജ് മതി, അതിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ കടല കഴുകുക, ബോക്സിലാക്കുക, നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. 3 ദിവസം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം തുറന്ന് കഴിയുകയാണെങ്കിൽ മുള പൊട്ടിയിട്ടുണ്ടാവും. അതൊരു കൊഴുപ്പോ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കൊഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ശരിക്കും വെള്ളം പോക്കണം. വെള്ളം പോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ബോക്സിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. എന്നിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ശരിക്കും ഇങ്ങനെ മുള പൊട്ടിങ്ങോണ്ട് വരും കേട്ടോ. എനിക്ക് അതേപോലെ മുള പൊട്ടിക്കഴിഞ്ഞാലേ ഒന്ന് മണ്ണിലോട്ടേക്ക് ഇട്ടിട്ട് അതൊന്ന് മുളപ്പിച്ചെടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതങ്ങനെ കുറേ ഒന്നുമില്ല, അങ്ങനെ 1 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കും. അത് മുളച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇല സാലഡൊക്കെ നമ്മളാക്കുമല്ലോ, സാലഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും രസമാണ്. ഇനി വെറുതെ കഴിക്കാനും രസമാണ്. നമ്മൾ തന്നെ മുളപ്പിക്കുന്ന ഇലല്ലേ. അപ്പോഴതിങ്ങനെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് അങ്ങനെ വെച്ചുകൊടുത്താൽ മതി. അതങ്ങനെ ബാൽക്കണിയിലോ പുറത്തോ അങ്ങനെ ഒന്നും വെക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അടുക്കളയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക. ഹോളിൽ അവിടെ എവിടെയെങ്കിലും അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു എല്ലാം നമുക്ക് വെറുതെ വേണമെങ്കിൽ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ തോരനാക്കിയിട്ട് അങ്ങനെ കഴിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഫ്രിഡ്ജിലേക്ക് അത് വെക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മുള ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ മുള പൊട്ടിയത് എടുത്തിട്ട് കഴിക്കാനാണോ ഇഷ്ടം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. ഓരോ ദിവസം കൂടുന്തോറും കണ്ടില്ലേ. അപ്പോൾ ഇത്രയും വലുപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേഗം സാലഡോ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ടേ. അടുത്ത ടിപ്പ്, ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും നമ്മൾ താഴെ ഇങ്ങനെ വെക്കുമല്ലോ. അതായത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലർ ഫ്രീസറിൽ വെക്കില്ല, താഴെ വെക്കും. ഒരാഴ്ചയൊക്കെ നമുക്ക് താഴെ അങ്ങനെ വെച്ചാൽ ചീത്താവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ,
നാരങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും അതിൻ്റെ അങ്ങനെ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ഉള്ളിലേക്ക്. ഇങ്ങനെ താഴെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ചീത്തകൊന്നുമില്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും. പക്ഷേ താഴെ ഭാഗം അത്യാവശ്യം നല്ല തണുപ്പ് വേണേ. കൂളറിൻ്റെ ഏരിയയിലാണല്ലോ നമ്മൾ ഇങ്ങനത്തൊക്കെ വെക്കാറ്. അതൊന്ന് നോട്ട് ചെയ്യണം. ഇനി അടുത്ത ടിപ്പ്, ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ പറയാം കേട്ടോ. ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ തൊലി അറുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാണെങ്കിൽ 2 പീസ്, വലുതാണെങ്കിൽ 3 പീസാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. അത് കുക്കറിലേക്ക് ഇട്ട് വേവിക്കുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർക്കണം, എന്നാലേ അതിൽ വെള്ളം കുടിക്കാതെ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കട്ട്ലറ്റിലൊക്കെ വെച്ചാൽ ഈ രീതിക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം നല്ലോണം കുടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചാൽ വെള്ളം കുടിക്കത്തുമില്ല, എന്നാലോ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി അറുത്തിയെടുക്കാനും പറ്റട്ടോ. നല്ല ടിപ്പല്ലേ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, നേരത്തെ ആവിയിൽ പിന്നെ വേവിച്ചെടുക്കുന്ന ആ ഒരു ടിപ്സ് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അടുത്തതൊന്ന് ചൂടാക്കിയെടുക്കുന്ന ഒരു ടിപ്സ് എങ്ങനെ അറിയാം. ഇപ്പോൾ തലേന്നത്തെ നൂഡിൽസ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് പിറ്റേന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ചൂടാക്കിയെടുക്കുമ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ചോറിൻ്റെ വെള്ളം അവിടെ തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് സ്റ്റീലിൻ്റെ പാത്രമാണ് വെക്കേണ്ടത്. സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടേക്ക് ബാക്കി വന്ന ഈ നൂഡിൽസോ ഇനിയിപ്പോൾ പാസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അതായത് അതൊട്ടും കുഴഞ്ഞു പോകാതെയും അലിഞ്ഞു പോകാതെയും തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ടിപ്സുകളൊക്കെ അറിയാതിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.